ലോകത്തെ ഞെട്ടിച്ച വാർത്തയായിരുന്നു സിറിയയിൽ ബാഷർ അൽ അസദ് സർക്കാരിനെ മറച്ചിട്ട് വിമതസേനകൾ അധികാരം പിടിച്ചെടുത്തത്. വെറും 10 ദിവസം കൊണ്ടാണ് രാജ്യത്തെ വിമതസേനകൾ കാൽക്കീഴിലാക്കിയത്. ഈ ഞെട്ടലിന്റെ ഇടയിൽ സിറിയയിൽ അടുത്തതെന്ത് സംഭവിക്കുമെന്നും ലോകം ഉറ്റുനോക്കുകയാണ്. അതിനുള്ള ചില സൂചനകൾ വിമതസേനയുടെ നേതാവ് അബു മുഹമ്മദ് അൽ ജുലാനി വിജയാഘോഷത്തിനിടെ തന്റെ ആദ്യ പ്രസംഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. സിറിയയിൽ അസദ് സർക്കാരിനെ അട്ടിമറിച്ച കാര്യം ലോകത്തോട് പറയാൻ അയാൾ തിരഞ്ഞെടുത്ത സ്ഥലം തൊട്ട് തുടങ്ങുന്നു ആ സൂചനകൾ. 1300 വർഷം പഴക്കമുള്ള ലോകത്തിലേക്കും പുരാതനമായ മുസ്ലിം പള്ളികളിൽ ഒന്നായ ഡമാസ്കസിലെ ഉമയ്യദ് പള്ളി കൂടി നിന്നവരോടായി ജുലാനി പറഞ്ഞു, എൻ്റെ സഹോദരന്മാരെ, ഈ വിജയം നമ്മുടെ ഇസ്ലാമിക രാജ്യത്തിന് മുഴുവനുമുള്ള വിജയമാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയാൽ രക്തസാക്ഷികളുടെയും വിധവകളുടെയും അനാഥരുടെയും ത്യാഗങ്ങളും ദീർഘകാലം ശിക്ഷ അനുഭവിച്ചവരുടെ പീഡനങ്ങളും ഈ വിജയത്തിന് കാരണമായി. നമ്മൾ സിറിയൻ ജനതയാണ്. ഈ രാജ്യത്തിൻ്റെ യഥാർത്ഥ അവകാശികൾ നമ്മളാണ്. നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇന്ന് നമ്മൾ വിജയം സമ്മാനിച്ചിരിക്കുന്നു. അസദിന്റെ ബാത്തിസ്റ്റിക് പാർട്ടി സർക്കാരിനു പകരം വരുന്നത് ഇസ്ലാമിക ഭരണമായിരിക്കുമെന്ന സൂചനയാണ് ജുലാനി ഈ വാക്കുകളിലൂടെ നൽകിയത്. ക്രിസ്ത്യാനികൾ അടക്കമുള്ള ന്യൂനപക്ഷങ്ങളെ ഇത് ഭീതിയിലാഴ്ത്തുന്നുണ്ട്. ജുലാനി നയിക്കുന്ന വിമത സംഘടനയും ജുലാനിയും ഐക്യരാഷ്ട്രസഭയുടെയും അമേരിക്കയുടെയും ഭീകരവാദി പട്ടികയിൽപ്പെട്ടവരാണ്. മാത്രമല്ല, ജുലാനിയുടെ തലയ്ക്ക് $1 കോടി വിലയിട്ടിട്ടുമുണ്ട്. മാറിയ സാഹചര്യത്തിൽ രണ്ടിന്റെയും പേരുകൾ പട്ടികയിൽ നിന്ന് നീക്കാനാണ് സാധ്യത. ചെറുപ്പത്തിൽ അൽ-ഖ്വയ്ദയിൽ ചേർന്ന ജുലാനി ഇറാഖ് യുദ്ധകാലത്ത് അമേരിക്കയ്ക്കെതിരെ പോരാടിയിട്ടുണ്ട്. നിലവിൽ വിഷയത്തിൽ ഇടപെടില്ലെന്ന നിലപാടാണ് അമേരിക്കയുടേത്. പക്ഷേ അതെത്ര കാലമെന്ന് കണ്ടറിയണം. സിറിയ വീണ്ടും തീവ്രവാദത്തിന്റെ ആസ്ഥാനമാകുമോ എന്ന് അമേരിക്കയ്ക്ക് ആശങ്കയുണ്ട്. ഐസിസ് കേന്ദ്രങ്ങളിൽ ഒരു വ്യോമാക്രമണ പരമ്പര നടത്താൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉത്തരവിട്ടതും ഇതുകൊണ്ട് തന്നെയാണ്. അയൽരാജ്യമായ ഇറാഖിലെ ലബനനിലെ ഹിസ്ബുള്ള പോരാളികളും സജീവമായി അസദ് സർക്കാരിനെ പിന്തുണച്ചിരുന്നു. സിറിയയുടെ മിസൈൽ അടക്കമുള്ള ആയുധങ്ങളുടെ നിർമ്മാണത്തിൽ ഇറാൻ സഹായവും നൽകിയിട്ടുണ്ട്. സിറിയയെ സഹായിച്ചതിന് നിങ്ങൾ അനുഭവിക്കുകയാണെന്ന മുന്നറിയിപ്പ് ജുലാനി നൽകിയതിലൂടെ ഇറാനുമായി ഒരു സൗഹൃദമില്ലെന്ന സന്ദേശമാണ് നൽകുന്നതെന്നും അനുമാനങ്ങളുണ്ട്.